സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഈ ചെയ്യാൻ കഴിയാവുന്ന എല്ലാ സഹായവും ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുള്ള സഹായം ചെയ്യാൻ പാർട്ടിയുടെ കയ്യിൽ പണമില്ല, പരിമിതിയുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം. പക്ഷേ അവിടെയും ഈ കരാർ അടക്കമുള്ള കാര്യങ്ങൾ ഒരു വിഷയമായി മാറുകയാണ്. ആ കരാർ ടി സിദ്ദിഖ് മുക്കി എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ആക്ഷേപങ്ങളാണ് കുടുംബം ഉയർത്തുന്നത്. ഇത് ജില്ലയിലെ കോൺഗ്രസിനെ, ഇപ്പോൾ തന്നെ മറ്റ് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദ ചുഴിയിൽ നിൽക്കുന്ന ജില്ലയിലെ കോൺഗ്രസിനെ പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സുർജിത്ത് അയ്യപ്പത്ത്? ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് നേരത്തെ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, അതിന്റെ തുടർച്ചയായി അതിന്റെ അനുരണനങ്ങൾ കുറെ കാലം നിന്നതാണ്. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ജോസ് നെല്ലേടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവും ഇപ്പം തന്നെ ജനപ്രതിനിധി കൂടിയായ വാർഡംഗം കൂടിയായ ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ. ആ ആത്മഹത്യയുടെ തൊട്ടടുത്ത ദിവസമാണ് പത്മജയുടെ ആത്മഹത്യ ശ്രമം ഉണ്ടാകുന്നത്. അത് അവർ NM വിജയന്റെ മരുമകളാണ്, മകന്റെ ഭാര്യയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെടുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ഇവർക്ക് ഈ പണം കടം വീട്ടാനുള്ള, NM വിജയന്റെ കടം വീട്ടാനുള്ള, ആ ബാധ്യത തീർക്കാനുള്ള തുക നൽകാമെന്ന് കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചതാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു കരാറിന് രൂപം നൽകിയിരുന്നു. ആ കരാർ എന്ന് പറയുന്നത് കൽപ്പറ്റയിലെ ഒരു അഭിഭാഷകന്റെ സാന്നിധ്യത്തിലാണ് ടി സിദ്ദിഖും ഒപ്പം തന്നെ കുടുംബവും ചേർന്ന് ഒരു കരാർ ഉണ്ടാക്കിയത്. ആ കരാറുമായി ബന്ധപ്പെട്ട കരാറിന്റെ കോപ്പി ടി സിദ്ദിഖ് കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം. അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ള ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ആണ് അത് പാലിക്കാൻ തയ്യാറാകാത്ത വന്നതിന്റെ മാനസിക സമ്മർദ്ദത്തിലാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം വേണ്ടി വന്നത് എന്നുള്ളതാണ് പത്മജ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി കോൺഗ്രസ് നേതൃത്വമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള നിലപാട് കൂടി ഇന്ന് രാവിലെ പോലും പത്മജ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ CPIM വിഷയത്തിൽ കുറെ കൂടി സജീവമായ രീതിയിലുള്ള ഇടപെടലാണ് നടത്തുന്നത്. ഇന്ന് രാവിലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫോൺ സംഭാഷണവും കുടുംബം പുറത്തുവിട്ടിരുന്നു. അതിൽ ഫോൺ സംഭാഷണമല്ല, അത് ഈ കരാർ ലംഘിച്ചു എന്ന് കണ്ടതിനെ തുടർന്ന് ഇവർ ഈ വിഷയം അന്വേഷിച്ച്, അതായത് NM വിജയന്റെ മരണം അന്വേഷിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു ഉപസമിതിയുണ്ട്. ആ ഉപസമിതിയുമായി ബന്ധപ്പെട്ട് ആണ് അദ്ദേഹം അതിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു. ആ കണ്ട ഘട്ടത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഇവർ ഈ സംഭാഷണമായി അത് റെക്കോർഡ് ചെയ്തത്. അതാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ തിരുവഞ്ചൂർ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ തരികിട പണികളൊന്നും ഞാൻ യോജിക്കില്ല, പരാതി കൊടുത്താൽ അത് കേൾക്കാൻ തയ്യാറാകണം, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇത് പരിഹരിക്കണമായിരുന്നു, വാക്ക് പറഞ്ഞവർക്ക് പാലിക്കാൻ മര്യാദയുണ്ടായിരുന്നു, ഈ നേതാക്കളൊന്നും ചെയ്യുന്നതിനോട് തനിക്ക് യോജിപ്പില്ല, ഇത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ പറഞ്ഞിരുന്നു. ടി സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല, പിന്നെന്തിനാണ് ഈ കാര്യം മാത്രം നടത്താൻ ശ്രമിച്ചത് എന്നതുൾപ്പെടെയുള്ള വാദങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുവഞ്ചൂർ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധം കൂടിയാക്കി എടുത്തിരിക്കുകയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അല്പസമയം മുമ്പ് പത്മജയെ സന്ദർശിച്ചതാണ്. ആ ഘട്ടത്തിൽ പല നിലപാടുകളും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് എന്ന് പറയുന്ന കാര്യം, അതായത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇവരെ സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ CPIM സഹായിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് പറയുന്നത്. നേരത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ അതേ വാക്കുകൾ തന്നെയാണ് തനിക്ക് പറയാനുള്ളത്. CPIM തയ്യാറാകും സഹായിക്കാൻ എന്നുള്ള കാര്യമാണ് MV ജയരാജൻ പറയുന്നത്. കുടുംബം ആവശ്യപ്പെട്ടാൽ അക്കാര്യം പരിഗണിക്കും എന്നുള്ള ഉറപ്പുകൂടി കുടുംബത്തിന് നൽകുന്നുണ്ട് CPIM എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ പ്രിയങ്ക ഗാന്ധിയും ടി സിദ്ദിഖും ജോസ് നെല്ലേടത്തിന്റെ വീട് സന്ദർശിക്കാൻ പോലും ഇതുവരെ തയ്യാറായില്ല. പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുണ്ട്, എന്നിട്ട് പോലും ഒരു തരത്തിലും അങ്ങനെ വീടുകൾ സന്ദർശിക്കാനോ ഒപ്പം തന്നെ പത്മജയെ കാണാനോ ഒന്നും തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി CPIM ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ ആത്മഹത്യാ ശ്രമത്തിന്റെയും ആത്മഹത്യയുടെയും പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് കടക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ CPIMന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ടി സിദ്ദിഖ് MLA ഓഫീസിലേക്ക് DYFI മാർച്ച് നടത്തിയിരുന്നു. ആ മാർച്ചുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഓഫീസിന് നേരെ ആക്രമണം നടത്തിയെന്ന പരാതി ഉയർന്നു. ഈ പരാതിയിൽ ഇപ്പോൾ കണ്ടാൽ അറിയാവുന്ന DYFI പ്രവർത്തകരെ കേസെടുക്കുന്ന നടപടി സംഭവിച്ചിരിക്കുന്നു. അത്തരത്തിൽ CPIM ഇതിനെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആ ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കുടുംബം, NM വിജയന്റെ കുടുംബം പൂർണ്ണമായും ഇവരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ തിരിയുന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യം കൂടി കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. റിജിത്ത്, സുർജിത്ത്, ഈ കരാർ ഉണ്ടാക്കി, അതിനുശേഷം ഈ കരാറിൻ്റെ കോപ്പി ഈ NM വിജയൻ്റെ കുടുംബത്തിൻ്റെ കൈവശവും വെക്കേണ്ട, പാർട്ടിയുടെ കൈവശവും വെക്കേണ്ട, അത് അഭിഭാഷകൻ്റെ കയ്യിലിരിക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. പിന്നീട് അഭിഭാഷകൻ്റെ കയ്യിൽ നിന്നത് ടി സിദ്ദിഖ് വാങ്ങിക്കൊണ്ടുപോയി എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് ഇപ്പോൾ കുടുംബം ഉയർത്തുന്നത്. ഈ വിഷയം രാഷ്ട്രീയമായി CPIM ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് പോയിന്റ് എന്നുള്ള നിലയിലേക്ക് ടി സിദ്ദിഖിലേക്ക്
രാഷ്ട്രീയ വിമർശനങ്ങൾ CPIM നേതൃത്വം കൊണ്ടുപോവുകയാണോ? അതുപോലെ ഈ ബാധ്യത ഏറ്റെടുക്കാം എന്നുള്ള CPIMന്റെ നിലപാടിനോട് കുടുംബം അനുകൂലമായി പ്രതികരിക്കുന്നുണ്ടോ, അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ സുർജിത്ത് അയ്യപ്പൻ? അത്തരത്തിലൊരു സമീപനം നിലവിൽ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. എന്ത് സമീപനമാകും അവർ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. കോൺഗ്രസ് കൈയൊഴിഞ്ഞ മട്ട് തന്നെയാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ മരുമകളായ പത്മജയുടെ, NM വിജയന്റെ മരുമകളായ പത്മജയുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ഇനി കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള അനുരഞ്ജന ചർച്ചയ്ക്കും തയ്യാറല്ല. അത്തരത്തിലുള്ള ചർച്ചകളുടെ കാര്യമില്ല. കാരണം കരാർ ലംഘിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്വാഭാവികമായും CPIM ഇപ്പോൾ ഇങ്ങനെ ഒരു സഹായഹസ്തം നീട്ടുമ്പോൾ ഈ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. 20 ലക്ഷം രൂപ നേരത്തെ കോൺഗ്രസ് നൽകിയിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി അതിൽ 5 ലക്ഷം കൂടി ബാക്കി നൽകാനുണ്ട്. മാത്രമല്ല ഈ ബത്തേരി ബാങ്കിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട് അതിലും ബാധ്യതയുണ്ട്. ആ ബാധ്യത തീർക്കാമെന്ന് കോൺഗ്രസ് ഉറപ്പ് നൽകിയതാണ്. ആ ഉറപ്പും പാലിക്കപ്പെട്ടിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ പൂർണ്ണമായും കോൺഗ്രസ് ചെയ്യുന്ന നടപടികളെ അത് ഒരു തരത്തിലും ഇനി സ്വീകാര്യമല്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയില്ല എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബം വ്യക്തമാക്കുന്ന കാര്യം. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അനുരഞ്ജന സാധ്യത ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരണമെങ്കിൽ അത് കോൺഗ്രസ് നേതൃത്വം തന്നെ തയ്യാറാകണം. അത്തരത്തിലൊരു തയ്യാറാകൽ ഇനി ഉണ്ടാകുമോ? കാരണം ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദ സംഭാഷണം അടക്കം പുറത്തുവിടുന്ന ഒരു സാഹചര്യം. ആ സംഭാഷണം അത് റെക്കോർഡ് ചെയ്യപ്പെട്ട സംഭാഷണമാണ്. സ്വാഭാവികമായി ഇനി കോൺഗ്രസ് നേതൃത്വം എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല സണ്ണി ജോസഫ് ഇന്നലെ പറഞ്ഞത് ഇങ്ങനെ എടുത്തു കൊടുക്കാൻ പാർട്ടിയുടെ അടുത്ത് പണമില്ല എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണം, അതൊരു അങ്ങനെ ഒരു കരാറില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഒരു പ്രതികരണത്തിൽ അങ്ങനെ പണം എടുത്ത് നൽകാവുന്ന ഒരു അവസ്ഥയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നലെ തന്നെ സണ്ണി ജോസഫ് വ്യക്തമാക്കിയതാണ്. സ്വാഭാവികമായി ഇനി കോൺഗ്രസ് നേതൃത്വം ഏത് തരത്തിലുള്ള സഹായമാണ്, ഏത് തരത്തിലുള്ള ഇടപെടലാണ് നടത്തുക എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ചുള്ള ഇനി എന്ത് നിലപാട് എടുക്കുമെന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. സുജിത്, നേരത്തെ ഈ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായ ഘട്ടത്തിൽ ഈ തങ്കച്ചന്റെ കള്ളക്കേസ് വന്ന സമയത്ത് ഒക്കെ അതിനൊരു പാർട്ടിക്കകത്തെ, ജില്ലയിലെ പാർട്ടിക്കകത്തെ ഒരു ആഭ്യന്തര പ്രശ്നം, തർക്കം എന്നുള്ള നിലയിലൊക്കെയാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു തലം മാറിയിരിക്കുകയാണ്. NM വിജയന്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും വളരെ ജനകീയനായ ഒരു പഞ്ചായത്ത് അംഗം ആത്മഹത്യ ചെയ്യുന്ന നിലയിലേക്കുമൊക്കെ ജില്ലയിലെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന തരത്തിൽ സംഭവവികാസങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം എത്രത്തോളം ഗൗരവമായി, എന്താണ് ആ ജില്ലയിലെ പ്രശ്നം, നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണ്, അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ട നടപടികളിലേക്ക്, അതിൻ്റെ കൂടിയാലോചനകളിലേക്ക് അതേ ഗൗരവത്തിൽ തന്നെ നേതൃത്വം കടക്കുന്നുണ്ടോ സുർജിത്ത് അയ്യപ്പൻ? എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ മുള്ളൻകൊല്ലിയിലെ സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായ രീതിയിലുള്ള ഇടപെടലിലേക്ക് DCC നേതൃത്വം കടന്നിട്ടുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള അഭിപ്രായം തനിക്കുണ്ട്. ആ അഭിപ്രായം സംസ്ഥാന നേതൃത്വം അറിയിക്കുമെന്നുള്ളത് ഇന്നലെ തന്നെ DCC പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. മാത്രമല്ല ഈ മുള്ളൻകൊല്ലിയിൽ സംഘടനാ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതായത് ND അപ്പച്ചനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ആണ് ഇതിൻ്റെ ഒരു വലിയ രീതിയിലേക്ക് അവിടുത്തെ സംഘടനാ പ്രശ്നങ്ങൾ മാറുന്നൊരവസ്ഥയുണ്ട്. അത് ആ ഒരു ഘട്ടത്തിലാണ്. അതിനുശേഷമാണ് വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി കോൺഗ്രസുകാർ തന്നെ ഇതിനകത്ത് ഇടപെടൽ നടത്തുകയും ഈ അവിടെ മദ്യവും ഒപ്പം തന്നെ തോട്ടകളും കൊണ്ടുവയ്ക്കുന്നൊരവസ്ഥ, അങ്ങനെ ബോധപൂർവം കൊടുക്കുക, ഒരാളെ റിമാൻഡ് ചെയ്യുക, അതിനുശേഷം ഇതിൽ ആക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക. ഇതെല്ലാം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഗ്രൂപ്പ് പ്രശ്നങ്ങളുമാണ്. അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അത് സംഘടനാ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പാരം എന്നുള്ള തരത്തിലാണ് ഇതിനെ കാണേണ്ടത്. മാത്രമല്ല നേരത്തെ സമാനമായ രീതിയിലുള്ള ആത്മഹത്യകൾ ജില്ലയിലെ കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. നേരത്തെ 2015 മാനന്തവാടി ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ആൾ പാർട്ടി ഓഫീസിൽ, ജോൺ എന്ന് പറയുന്ന അദ്ദേഹം പാർട്ടി ഓഫീസിലാണ് ആത്മഹത്യ ചെയ്തത്. തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഒപ്പം നിന്നവർ ചതിച്ചു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ്. പിന്നീടാണ് കേളക്കവലയിലെ രാജേന്ദ്രൻ നായർ കടക്കണി മൂലം, കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഈ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതായത് ആ കടക്കണി ബോധപൂർവ്വം സൃഷ്ടിച്ചതാണ്. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്ക്, ആ ബാങ്കിൽ KK അബ്രഹാം അടക്കമുള്ളവർ ആയിരുന്നു അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത്. അവരിൽ നിന്ന് ഉണ്ടായ ചതിയെ തുടർന്നാണ് അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. പിന്നീടാണ് NM വിജയനും മകനും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നത്. ഇപ്പോൾ ഇതാ ജോസ് നെല്ലേടം, NM വിജയന്റെ മരുമകൾ ആത്മഹത്യ ശ്രമം, ഇതെല്ലാം തന്നെ വലിയ പ്രതിരോധം കോൺഗ്രസിനെ സൃഷ്ടിക്കുകയാണ്. റിജിത്ത്, ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്ന് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ശബ്ദ സംഭാഷണമാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് രാഷ്ട്രീയമായി CPIM ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള CPIMന്റെ പ്രഖ്യാപനത്തോട് കുടുംബം ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.